നമ്മുടെ പാലക്കാട് ചായക്കടകളിലൊക്കെ കിട്ടുന്ന പോലെ പുളി ഉള്ളിൽ വെച്ച മുളക് ബജിൻ്റെ റെസിപ്പി ചെയ്യുമെന്ന് ചോദിച്ചിട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ആൻഡ് റിക്വസ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാലക്കാടൻ സ്റ്റൈൽ പുളി ഉള്ളിൽ വെച്ച മുളക് ബജി. അതിനായിട്ട് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ തരിതരിപ്പായിട്ട് ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കാം. നമ്മൾ മുളക് കീറി അതിൻ്റെ ഉള്ളിൽ കുരു എല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഈ ഒരു മിക്സ് 1/4 ടീസ്പൂൺ വീതം ഓരോ മുളകിലേക്ക് എത്തുന്ന പോലെ വെച്ച് കൊടുക്കാം. ഇനി ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി കടലമാവ്, മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഉപ്പും കായത്തിൻ്റെ പൊടി, പിന്നെ ബേക്കിംഗ് സോഡയ്ക്ക് പകരം ഞാൻ ദോശ അല്ലെങ്കിൽ ഇഡ്ലിൻ്റെ മാവ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇഡ്ലി മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കണം. ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ മുളക് ഇതിനുള്ളിൽ മുക്കിയെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ മുളക് ഇതിലേക്ക് ഇട്ട് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മുളക് ബജി റെഡി. സാധാരണ മുളക് ബജിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നല്ല ചുവന്ന ഉള്ളിമുളക് ചമ്മന്തി, നല്ല മധുരത്തിലുള്ള ചായ അല്ലെങ്കിൽ കട്ടൻ ചായ, ഇതാണ് കോംബോ. പാലക്കാട് എല്ലാ ചായക്കടകളിലും എങ്ങനെയാണ് മുളക് ബജി കിട്ടുന്നത് വെച്ചാൽ അല്ല, പക്ഷെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയാണ് മുളക് ബജി കിട്ടുക. ഇനി അടുത്ത റെസിപ്പി എന്താ വേണ്ടതെന്നും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ.